साथियों, बीजेपी का एक ही मंत्र है, सबका साथ, सबका विकास, सबका विश्वास और सबका प्रयास। हमारे लिए हर समुदाय, हर जाति और हर क्षेत्र महत्वपूर्ण है। हमने हर वर्ग को सम्मान और स्वाभिमान से जोड़ने की कोशिश की है। हमने देश के हर नागरिक की उन्नति के लिए काम किया है। युद्ध क्षेत्रों से नरसेज को, हर धर्म के लोगों को निकालना हो या ट्रिपल तलाक का कानून पास करना हो, हमारी सरकार ने सबकी सरकार और सबके लिए सरकार के मंत्र पर काम किया है। हम तीसरे कार्यकाल में भी इसी भावना के साथ आपकी सेवा करते रहेंगे, काम करने वाले हैं। इसी विश्वास के साथ आप सभी को एक बार फिर नमस्कारम, धन्यवाद। സുഹൃത്തുക്കളെ, ഭാരതീയ ജനതാ പാർട്ടിയുടെ മുദ്രാവാക്യം ഒരൊറ്റ മുദ്രാവാക്യം. ആ മുദ്രാവാക്യം നമുക്ക് എല്ലാവർക്കും അറിയാം. എല്ലാവരോടുമൊപ്പം, എല്ലാവരുടെയും വികസനം, എല്ലാവരുടെയും വിശ്വാസം, എല്ലാവരുടെയും പരിശ്രമം. നമ്മളെ സംബന്ധിച്ചിടത്തോളം ഓരോ സമൂഹവും, ഓരോ സമുദായവും, ഓരോ ജാതിയും, ഓരോ പ്രദേശങ്ങളും, ആ പ്രദേശങ്ങളെല്ലാം തന്നെ പ്രത്യേകം പ്രാധാന്യമർഹിക്കുന്നവയാണ്. നമ്മൾ എല്ലാ പ്രദേശങ്ങൾക്കും, എല്ലാ വിഭാഗം ജനങ്ങൾക്കും അവർക്ക് ആദരവ് നൽകാൻ, അവരെ ഒരുമിച്ച് ചേർക്കാൻ അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഈ നാട്ടിലെ ഓരോ പൗരന്റെയും പുരോഗതിക്ക് വേണ്ടി, ഉന്നമനത്തിന് വേണ്ടിയിട്ട്, അതിനു വേണ്ടിയിട്ടുള്ള പ്രയത്നമാണ് നമ്മൾ നടത്തിയിട്ടുള്ളത്. അതുകൊണ്ട് യുദ്ധക്ഷേത്രങ്ങളിൽ നിന്നുള്ള നഴ്സുമാരെ ആണെങ്കിലും, അതല്ല ഏത് മതത്തിൽപ്പെടുന്നവരാണെങ്കിലും ശരി, ആ മതം പരിഗണന കൂടാതെ, സമുദായ പരിഗണന കൂടാതെ അവരെ വിഷമകരമായിട്ടുള്ള സാഹചര്യങ്ങളിൽ നിന്ന് രക്ഷപ്പെടുന്നതിലാണെങ്കിലും, അതല്ല ട്രിപ്പിൾ തലാക്ക് പോലെയുള്ള, മുത്തലാക്ക് പോലെയുള്ള നിയമങ്ങൾ പാസാക്കുന്നതിലാണെങ്കിലും നമ്മുടെ സർക്കാർ എല്ലാവരുടെയും സർക്കാർ എന്നുള്ള നിലയിലാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. എല്ലാവർക്കും വേണ്ടിയുള്ള സർക്കാർ എന്നുള്ള നിലയിൽ ആ മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ചുകൊണ്ടാണ് പ്രവർത്തിച്ചിട്ടുള്ളത്. അതുകൊണ്ട് വരാൻ പോകുന്ന മൂന്നാം സർക്കാർ, ആ മൂന്നാം സർക്കാരിന്റെ കാലത്തും ഇതേ ആശയത്തോടുകൂടി, ഇതേ ആശയങ്ങൾ മുൻനിർത്തിക്കൊണ്ടായിരിക്കും സർക്കാർ പ്രവർത്തിക്കുന്നത്. ഈ ഒരു ഉറപ്പ് നിങ്ങൾക്ക് നൽകിക്കൊണ്ട്, നിങ്ങൾക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി നമസ്കാരം നൽകിക്കൊണ്ട്, നമസ്കരിച്ചുകൊണ്ട് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. मेरे साथ बोलिए, भारत माता की जय, भारत माता की जय, भारत माता की जय, भारत माता की। बहुत बहुत धन्यवाद। तो अभी ये सीधी तस्वीरें आप देख रहे हैं केरल की राजधानी तिरुवनंतपुरम से, जहां प्रधानमंत्री ने एक जनसभा को संबोधित किया और उन्होंने बहुत सारे अहम बातें कही कि किस तरह से एलडीएफ और यूडीएफ की सरकार ने अलग अलग तरीके से वहां की जनता को ठगने का काम किया, लेकिन बीजेपी की सरकार और एनडीए की सरकार ने किस तरह से केंद्र में रहते हुए केरल के लिए बीजेपी पदयात्रा समापन सम्मेलन उद्घाटन ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദി.
യോഗത്തിൽ NDA നേതാക്കളെ അദ്ദേഹം അഭിവാദ്യം ചെയ്തുകൊണ്ട് യാത്ര തിരിക്കാൻ പോകുന്നു. രാഷ്ട്രീയം തുറന്നു പറയും, സർക്കാരിന്റെ നേട്ടങ്ങൾ, കേന്ദ്ര സർക്കാരിന്റെ നേട്ടങ്ങൾ എണ്ണിപ്പറയുകയും ചെയ്തുകൊണ്ടായിരുന്നു പ്രധാനമന്ത്രി പ്രസംഗം ആരംഭിച്ചതും അവസാനിപ്പിച്ചതും. സംസ്ഥാന സർക്കാരിനെയും കോൺഗ്രസിനെയും പേരെടുത്ത് പറഞ്ഞുള്ള വിമർശനങ്ങളും ഉന്നയിച്ചു. ഇത്തവണ BJPക്ക് കേരളത്തിൽ 2 അക്കത്തിലേക്ക് സീറ്റുകൾ എത്തും, 2024 പ്രകടമായ മാറ്റമുണ്ടാകും എന്നുകൂടി പ്രധാനമന്ത്രി പറയുകയായിരുന്നു.